നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ ഒരു ടിക്കിംഗ് ബോംബിൻ്റെ മേളിലാണ്. ഇച്ചിങ്ങൂടെ വ്യക്തമായി പറഞ്ഞാൽ 13-14 വയസ്സുള്ള കുട്ടികളിൽ ഇപ്പോൾ പ്രീ ഡയബറ്റിക്കും കണ്ടെത്താൻ തുടങ്ങി. നമ്മളൊരു 50-60 വയസ്സിൽ വരുന്ന പല രോഗങ്ങളും ഇപ്പോൾ നമ്മൾ 30 വയസ്സുകാർക്ക് വരുമ്പോൾ കാണുമ്പോൾ ആശ്ചര്യത്തോടെ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ 13-14 വയസ്സുള്ള കുട്ടികളിൽ കാണുമ്പോൾ ആശ്ചര്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ എളുപ്പപ്പണിക്ക് വേണ്ടി നമ്മൾ ബ്രെഡിനകത്ത് ന്യൂട്ടെല്ല തേച്ച് കൊടുക്കും. വേഗം ഇവർക്ക് വിശക്കുന്നെന്ന് പറയുമ്പോൾ കടയിൽ നിന്ന് ഫോൺ വിളിച്ച് വേഗം ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും. നമ്മൾ കുട്ടികൾക്ക് വേഗം പാക്കറ്റ് ഫുഡുകൾ കൊടുക്കും. യഥാർത്ഥത്തിൽ ഈ സിമ്പിൾ ഷുഗർ എല്ലാം കഴിച്ച് നമ്മുടെ കുട്ടികൾ അനാരോഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 3-4 നേരം ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് കണ്ടമാനം ഇൻസുലിൻ ഉണ്ടാക്കി ഇവരെ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷനിലേക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ ഭയങ്കര ബിസിയാണ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും റിയൽ ഫുഡായ മുട്ടയും ബീഫും ചിക്കനും ഒക്കെ തിന്നു കഴിഞ്ഞാൽ പൊണ്ണത്തടി വരുമെന്നോ കൊളസ്ട്രോൾ കൂടുമെന്നോ ക്യാൻസർ വരുമെന്നോ ഒക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വലിയ കമ്പനികളിൽ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുതരുന്ന അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ കഴിച്ച് നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. പല ഭക്ഷണങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ളത് 50-60% ഷുഗർ ആയിരിക്കും. കാരണം ഇങ്ങനത്തെ വലിയ കമ്പനികളുടെ മെയിൻ ഉദ്ദേശം നാക്കിനെയും തലച്ചോറിനെയും രസിപ്പിച്ച് നമ്മളെ കൊണ്ട് ഈ പ്രോഡക്റ്റ് കുട്ടികളിൽ മേടിപ്പിച്ച് കൊടുത്ത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനത്തെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെക്കാളും മുന്നേ രോഗികളാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പേരൻസ് ഈ കാലഘട്ടത്തിൽ ന്യൂട്രീഷൻ എന്താണെന്ന് പഠിക്കുകയും റിയൽ ഫുഡ് കൊടുത്തു പഠിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറച്ചാൽ നമുക്ക് ഈ പ്രീ ഡയബറ്റിക് സിറ്റുവേഷനിൽ നിന്ന് ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും. പ്രോട്ടീനും ഫാറ്റിനും മുൻഗണന കൊടുത്ത് നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ ഇങ്ങനത്തെ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ്സ് ഈ കുട്ടികളിൽ കുറയുകയും ഇവർ ഹെൽത്തി ആവുകയും ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ന്യൂട്രീഷൻ പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ബൈ.